മറ്റൊരു പ്രധാന വാർത്ത, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും ആശങ്ക ഉയർത്തിക്കൊണ്ട് പടരുന്നു. മസ്തിഷ്ക ജ്വരം ബാധിച്ചു വീണ്ടും ഒരു മരണം കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലപ്പുറം തിരുവാലി സ്വദേശി എം ശോഭനയാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന 5ാമത്തെ മരണമാണ് ഇത്. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ ചികിത്സയിൽ തുടരുകയാണ്. MS അനീഷ് കുമാർ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഈ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി എന്താണ്? ഈ 5ാമത്തെ മരണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള ഒരു പരിശോധനയും പാരലായിട്ട് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം 5 പേർക്കാണ് ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 52ഉം 55ഉം വയസ്സ് വരെയുള്ള മുതിർന്ന ആളുകൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഏറ്റവും ഒടുവിൽ മലപ്പുറം സ്വദേശിനിയായ എം ശോഭന എന്ന സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വയനാട് സ്വദേശിയായ സ്ത്രീ മരിച്ചിരുന്നു, യുവാവ് മരിച്ചിരുന്നു, 3 മാസം പ്രായമുള്ള കുട്ടി മരിച്ചിരുന്നു, മലപ്പുറം സ്വദേശിതനായ 52 വയസ്സുള്ള സ്ത്രീ മരിച്ചിരുന്നു. അതിനൊക്കെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് താമരശ്ശേരി സ്വദേശിനിയായ പെൺകുട്ടി മരിച്ചത്. ആ കുട്ടി രോഗം സ്ഥിരീകരിച്ചത് മരണത്തിന് ശേഷം നടത്തിയ പരിശോധനയിലാണ്. ഇങ്ങനെ വിവിധ പ്രായ ശ്രേണിയിൽപ്പെട്ട അല്ലെങ്കിൽ വിവിധ ഭൂതലങ്ങളിൽപ്പെട്ട, അതായത് കോഴിക്കോട് ജില്ലയുടെ ഒരു മേഖലയിൽപ്പെട്ട ആൾ മരിക്കുന്നു, കോഴിക്കോട് ജില്ലയുടെ മറ്റൊരു മേഖലയിൽപ്പെട്ട ആൾ അടുത്ത ദിവസം മരിക്കുന്നു, വയനാട്ടിൽ നിന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മലപ്പുറത്തു നിന്നും മരണം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ മലബാറിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ രോഗികൾ ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തല്ല ഈ രോഗം വരുന്നത്. അവിടുത്തെ ജലാശയങ്ങളിൽ നിന്ന് മാത്രമല്ല വരുന്നത്, ഏത് ഇടത്തെയും ജലാശയങ്ങളിൽ നിന്നും രോഗം പകരാം എന്നൊരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നത്. ഒപ്പം ഈ ഓരോ ജലാശയത്തിൽ തന്നെ ഈ രോഗാണു ഉണ്ടെങ്കിലും എല്ലാവരിലേക്കും അത് പ്രവേശിക്കുന്നുമില്ല. കാരണം ആ പ്രവേശിക്കപ്പെടുന്ന ആളുടെ ആരോഗ്യസ്ഥിതി, പ്രതിരോധ ശേഷി എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഒരുപക്ഷെ ഈ രോഗത്തിന്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഈ കുളങ്ങളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പൊതുജലാശയങ്ങളും കിണറുകളും ഒക്കെ ഈ ക്ലോറിനേഷൻ നടത്തി സൂക്ഷിക്കുക, നീന്തൽക്കുളത്തിലും മറ്റുമൊക്കെ ഇറങ്ങുന്നവർ ഈ മൂക്കും ചെവിയും ഒക്കെ മൂടാൻ പര്യാപ്തമായ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക എന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറം കൂടുതൽ മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ 10 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം ഇന്നലെ 11 പേരായിരുന്നു. അതിൽ ഒരാൾ ആണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അതുകൂടി 10 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 3 പേർ കുട്ടികളാണ് എന്നതും ആശങ്കയുടെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അനീഷ്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വിഷയം. അത് ആ പരിശോധന നീണ്ടുപോകാറാണ്. ആ തരത്തിലുള്ള പരിശോധനകൾ ഒരു വശത്ത്, പിന്നെ അതുപോലെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതുമുണ്ടോ ഈ സ്ഥലത്തിപ്പോൾ? തീർച്ചയായും ഈ ഉറവിടങ്ങൾ കണ്ടെത്തുക എന്നത് വലിയ ഒരു പ്രോസസ്സാണ്. കാരണം 3 വയസ്സുള്ള ഓമശ്ശേരി സ്വദേശിയായ 3 വയസ്സുള്ള കുട്ടി നേരത്തെ മരിച്ചിരുന്നു. ആ കുട്ടി മരിച്ചപ്പോൾ വലിയൊരു സംശയമായിരുന്നു. കാരണം ഈ മുതിർന്ന ആളുകൾ പലപ്പോഴും കുളത്തിലും ജലാശയങ്ങളിലും ഒക്കെ കുളിക്കാനൊക്കെ പോകുന്നു. പക്ഷേ ഈ കുട്ടി പുറത്തേക്ക് ഒരു ജലസ്രോതസ്സിൽ നിന്നും കുളിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങുകയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കേവലം 3 മാസം മാത്രമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ ആ കുട്ടിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് തന്നെയാണ് ഈ രോഗാണു പകർന്നത്. അതായത് മാതാപിതാക്കൾ ഈ കുളിപ്പിക്കാനും മറ്റുമൊക്കെ ഈ വെള്ളമെടുത്തപ്പോൾ ആ വെള്ളത്തിൽ നിന്നും ഈ കുട്ടിക്ക് രോഗബാധ വരികയാണ് എന്ന് കണ്ടെത്തി. പക്ഷേ ആ കുടുംബത്തിൽ മറ്റാർക്കും രോഗം സ്ഥിരീകരിക്കപ്പെട്ടില്ല. അച്ഛനും അമ്മയ്ക്കും അടക്കമൊക്കെ പരിശോധന നടത്തിയപ്പോൾ മറ്റാർക്കും ആ രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തില്ല. താമരശ്ശേരിയിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു കുളത്തിൽ കുളിച്ചതാണ്. ആ കുട്ടിയുടെ സഹോദരനും പിന്നീട് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ ഈ രോഗത്തിന്റെ ഉറവിടത്തെ കുറിച്ച് കണ്ടെത്താൻ ഒരുപക്ഷെ ഈ കുട്ടി മരിച്ച ശേഷമാണ് താമരശ്ശേരിയിൽ നടന്നത്. ഈ 3 വയസ്സുകാരി ഓമശ്ശേരിയിൽ അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുകയും ചെയ്തു. പക്ഷെ എല്ലാവരിലും ഒരേപോലെ ഇത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും രോഗാവസ്ഥ ഗുരുതരമാവാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇപ്പോഴത്തെ ഈ വൈദ്യശാസ്ത്ര പ്രോട്ടോകോളുകൾ പ്രകാരമൊക്കെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധനകൾ പോലും നടത്തുക. അല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരു പനിമരണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമെന്ന ഒക്കെ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ട പല മരണങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ കൃത്യമായി ഈ പരിശോധനകൾ നടത്തുന്നത് കൊണ്ടുകൂടിയാണ്, ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിശോധന നടത്തുന്നതോടുകൂടിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഈ മരിച്ചവർക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചികിത്സയിൽ ഇരിക്കുന്നവർക്ക് ഈ രോഗബാധിതരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പനിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൂടുതൽ വ്യാപകമാക്കുന്നതിനും ഏറ്റവും ആദ്യ
ഘട്ടങ്ങളിൽ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചാൽ പിന്നീട് കുറച്ചുകൂടി എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും അതിനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ തുല്യമായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റണം, അല്ലെങ്കിൽ പരിശോധനകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഞാനിപ്പോ തിരികെ IMA ഭാരവാഹി കൂടിയായ ഡോക്ടർ രാജീവ് ജയദേവൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഒരു മാസത്തിനിടെ 5 മരണം എന്ന് പറയുക, അതിൽ ഇപ്പോഴും 3 കുട്ടികൾ ഉൾപ്പെടെ 10ഓളം പേര് ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം. ഈ പലപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ഉറവിടം കണ്ടെത്താനാകാത്ത വലിയൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായിട്ട് ഈ അസുഖത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗബാധയ്ക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ഓരോ മരണം ഉണ്ടാകുമ്പോൾ ഇത് ചർച്ച ചെയ്തു കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഇത് മെഡിക്കൽ ഫീൽഡ് കാണുന്നത്? നമ്മൾ ഇതിനെ നോക്കുന്നത് അതിന്റെ ബിഗ് പിക്ചർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന അണുബാധകളുടെ കണക്ക് ആദ്യം നോക്കുക. അപ്പോൾ ഭാരതത്തിൽ ഇപ്പോൾ ഒരു വർഷം ഒരു 10,000 പേർക്കാണ് ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നതെങ്കിൽ അതിൽ 95% വൈറസും ബാക്ടീരിയകളുമാണ്. ഈ അമീബ എന്ന് പറയുന്നത് വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ സംഖ്യയിൽപ്പെടുന്നുള്ളൂ. പക്ഷെ ഈ അമീബയുടെ പ്രത്യേകത, നമ്മൾ ഈ മസ്തിഷ്ക ജ്വരം സംശയിക്കുന്ന രോഗിയിൽ, അത് രോഗബാധ എന്തുമായിക്കൊള്ളട്ടെ, അതിൽ ആ രോഗിയിൽ അമീബയുണ്ടോ എന്ന് കൃത്യമായ ഒരു പരിശോധന സ്പെഷ്യലായിട്ട് നടത്തിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത്തരം പരിശോധനകൾ കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ട് നടത്തുന്നതിനാലാണ് ഇത് കണ്ടെത്താൻ സാധിക്കുന്നത്. അല്ലാതെ ഈ രോഗം കൂടുന്നതായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലായിട്ടുള്ള കർണാടകവും തമിഴ്നാട്ടിലും കേരളത്തെക്കാൾ കൂടുതൽ മസ്തിഷ്ക ജ്വരങ്ങൾ എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത്രയും അധികം പരിശോധനകൾ ഈ അമീബയുടെ കാര്യത്തിൽ നടത്തുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളം ചെയ്യുന്ന അത്രയും വ്യാപകമായിട്ട് ഈ മസ്തിഷ്ക അണുബാധയുടെ ഉറവിടം, അതായത് എന്താണ് ഇതിന്റെ എക്സാക്ട് ഓർഗാനിസം എന്ന് കണ്ടെത്താൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് നമ്മളീ കാണുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പരിഭ്രാന്തി ഉണ്ടാകേണ്ട കാരണമില്ല. കേരളത്തിൽ പുതിയ രോഗം പടർന്നു പിടിക്കുന്നു, അങ്ങനെയല്ല. ഈ അമീബകൾ, ഫ്രീ ലിവിംഗ് അമീബകൾ നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. അതിൽ ഫ്രീ ലിവിംഗ് അമീബകളിൽ 3-4 എണ്ണം മാത്രമാണ് ഈ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഇത്തരം അണുബാധയുണ്ടാക്കുന്നത്. നമ്മുടെ പൈപ്പുകളിലും വാട്ടർ ടാങ്കുകളിലും കിണറുകളിലും എല്ലാം ഫ്രീ ലിവിംഗ് അമീബകളുണ്ട്. നെഗ്ലേറിയ ഉണ്ടാകണം നിർബന്ധമില്ലെങ്കിലും പൊതുജനങ്ങൾക്ക് ചെയ്യാൻ ആകുന്നത് മൂക്കിനുള്ളിലേക്ക് വെള്ളം കടത്താതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പം മുഖം കഴുകുമ്പോൾ അല്പം തെറിച്ചു വീണെന്ന് വെച്ച് സാരമില്ല. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ദ നോസ്, അതിനകത്തേക്ക് ബോധപൂർവം കഴുകാൻ ഉള്ള ഒരു അവയവമല്ല മൂക്ക് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അനാറ്റമിക്കലി സ്പീക്കിംഗ്, മൂക്കെന്ന് ഉള്ളത് ശ്വസിക്കാനായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവയവമാണ്. അതിനകത്ത് വലിയ ചേമ്പേഴ്സ് ഉണ്ട്. വായു കടക്കാനുള്ള ചേമ്പറാണ്, അല്ലാതെ വെള്ളം കടക്കാനുള്ള